ഹേ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് സിഡ്നിയുടെ തന്നെ മോസ്റ്റ് ഐക്കോണിക് കോസ്റ്റൽ വാക്കായ ബോണ്ടായി ടു കൂജി വാക്കാണ്. ഏകദേശം 6 ആണ് ഈ വാക്കിംഗ് ട്രെയിൽ വരുന്നത്. ഈ പോകുന്ന വഴിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിഫ്സും ഗോൾഡൻ കളറുള്ള ബീച്ചസും റോക്ക് ഫോർമേഷൻസും ഒക്കെ കാണാൻ പറ്റുമേ. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ബോണ്ടായി ബീച്ചാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കൂജിയിലോട്ട് നടക്കുന്നത്. ബോണ്ടായി ബീച്ച് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് സിഡ്നിയിൽ. വലുതുമാണ്. ടൂറിസ്റ്റും ലോക്കൽസും സർഫ് ചെയ്യാനും സ്വിമ്മിങ് ചെയ്യാനും വെറുതെ ഇങ്ങനെ റിലാക്സ് ചെയ്യാനുമായിട്ടാണ് വരുന്നത്. സമ്മർ സീസൺ ആകുമ്പം ഇവിടെ ഭയങ്കര തിരക്കുമായിരിക്കും, എസ്പെഷ്യലി വീക്കെൻഡ്സിൽ. ഈ ബോണ്ടായി കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും നമ്മൾ ഈ കഴിക്കുന്ന സ്നാക്ക് ഉണ്ടല്ലോ ബോണ്ട, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ആക്ച്വലി ഇതൊരു അബോറിജിനൽ വേർഡായ ബൂന്തി എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്ന് എടുത്തതാണ്. അതിൻ്റെ അർത്ഥം വാട്ടർ ബ്രേക്കിംഗ് ഓവർ റോക്സ് എന്നാണ് ലെജൻസ് പറയുന്നത്. ഇവിടെ ഞാൻ എത്ര വട്ടം വന്നതെന്ന് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ. അത്രത്തോളം ഞാനിവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും മടുക്കത്തില്ല. ഈ ഒരു റോക്ക് ഫോർമേഷൻസ് കണ്ടോ, ഇത് ഏകദേശം 200 മില്യൺ വർഷങ്ങൾ കൊണ്ട് കാറ്റും തിരമാലകളൊക്കെ അടിച്ചുണ്ടായ ഒരു ഫോർമേഷൻസാണ് ഇത്. നല്ല രസമല്ലേ കാണാൻ, ഒരു നാച്ചുറൽ സ്കൾപ്ചർ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. ഇത് കണ്ടോ, ഇത് പണ്ട് കാലത്ത് സിഡ്നിയുടെ സ്വീവേജ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായിരുന്നേ. അതായത് പണ്ടൊക്കെ വേസ്റ്റ് ഡയറക്റ്റ്ലി ഓഷനിലോട്ട് പമ്പ് ചെയ്തുകൊണ്ടായിരുന്നത്. ഏതായാലും ഒരു 90s ഒക്കെ ആയപ്പോൾ സിഡ്നി സീവേജ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ എത്രത്തോളം ക്ലീനർ ആണെന്ന്. ഒരു സൈഡിൽ കോസ്റ്റൽ വെജിറ്റേഷനും മരങ്ങളും മറ്റേ സൈഡിൽ കടലും അതിലെ തിരമാലകളുടെ ശബ്ദവുമാണ് ഈ കോസ്റ്റൽ വാക്ക് ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഈ കോസ്റ്റൽ വാക്ക് ആക്ച്വലി ഒരു വ്യൂവിനുപരി അതൊരു വർക്കൗട്ട് സ്പോട്ട് കൂടിയാണ്. ഇതിലൂടെ ആളുകൾ യോഗ ചെയ്യാനും ജോഗ് ചെയ്യാനും മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ വരാറുണ്ട്. എന്ത് ബെറ്റർ ആണല്ലേ, ജിമ്മിനേക്കാളിലും ഒക്കെ എത്രയോ ഭേദമാണ് ഇവിടെ. ഈ കോസ്റ്റൽ വാക്കിൽ ധാരാളം വൈൽഡ് ലൈഫ് ഫുഡ് ഉണ്ട് കേട്ടോ. നമുക്ക് റെയിൻബോ ലോറിക്കിഡ്സും കോക്രോച്ചസും ബ്ലൂ ടങ് ലിസേർഡ്സും ഒക്കെ കാണാൻ കഴിയും. ബട്ട് റിയൽ മാജിക് നടക്കുന്നത് ഓഷ്യനിലാണ്. നമുക്ക് വിൻ്ററിലോ അല്ലെങ്കിൽ സ്പ്രിങ്ങിലോ വരുവാണെങ്കിൽ നമുക്ക് ഹംബാക്ക് വെയിൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും കോസ്റ്റിലൂടെ. ആക്ച്വലി ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റുമേ. ഈ ഗ്രൗണ്ട് കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ലൊരു പിക്നിക് സ്പോട്ടല്ലേ ഇവിടെ. ഇവിടെ ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ക്ലീൻ ആണെന്നാണ് നോക്കേണ്ടുന്നത്. ഇവിടെയുള്ള ആൾക്കാർ അവിടെ ഇവിടെയും 1-2 പ്രശ്നക്കാരുണ്ടാവുമെങ്കിലും പക്ഷേ മാക്സിമം ഇവർ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നല്ല ക്ലീൻ ആക്കി വെക്കാൻ നോക്കുവേ. ഈ ബോണ്ടായി ബീച്ച് ടാസ്മാൻ സീയിലാണ് ഉള്ളത്. ആൻഡ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സൗത്ത് പസഫിക് ഓഷ്യൻ. ആൻഡ് ഇതിന് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ഉള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണെന്ന്. ഈ ടാസ്മാൻ സീ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെയും ന്യൂസിലാൻഡിൻ്റെയും ഇടയിൽ വരുന്നൊരു സീ ആണ്. ഒരു ഡച്ച് എക്സ്പ്ലോററായ ഏബൽ ടാസ്മാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന് പേരിട്ടത്. സ്വന്തം പേര് തന്നെ ആ സീക്ക് അങ്ങ് കൊടുത്തു. ബട്ട് പുള്ളിയാണ് ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ന്യൂസിലാൻഡ് ഇൻ 1642. അതങ്ങനെ എല്ലായ്പ്പോഴും യൂറോപ്യൻസിന് അല്പം ക്യൂരിയോസിറ്റി കൂടുതലാണ്. ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ, ഇവിടൊക്കെ റെൻറ്റിന് ഭയങ്കര വിലയാണ്. ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിന് വരെ 900 AUD പെർ വീക്കാണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ വീക്ക്ലിയാണ് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത്. ഞാൻ ഈ ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവിടെ താമസിക്കുന്നവരൊക്കെ എന്തുമാത്രം ലക്കിയാണെന്ന്. അവർക്ക് എപ്പോഴും ഈ കടൽ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. പക്ഷേ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാൽ എല്ലാം തീരും. നമുക്ക് ഈ കാണുന്ന പാറയിലൊക്കെ ഇരിക്കാൻ കേട്ടോ, ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മൾ നമ്മളെ തന്നെ സ്വയം സൂക്ഷിച്ചാൽ മതി. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേ ഇല്ല. ഈ പാറയിൽ കിടന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ് ഫീലിംഗ് ആണ്. ഇത് അവിടെ കണ്ടോ ഒരു പട്ടിക്കുട്ടീനെ. ഈ ബോണ്ടായി ടു കൂജി കോസ്റ്റൽ വാക്കിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ ബീച്ചസും കവർ ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് 4 ബീച്ചസ് വരുവേ. ടാമറാമ ബീച്ച്, ബ്രോണ്ടി ബീച്ച്, ക്ലോവലി ബീച്ച്, ഗോർഡൻസ് ബേ, ഫൈനലി കൂജി ബീച്ച്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഫൈനലി ടാമറാമ ബീച്ച് എത്തിയേ. ഇതൊരു ചെറിയ സിനിക് ബീച്ചാണ്. ഇതിനെ ഗ്ലാമറാമ ബീച്ച് എന്നും വിളിക്കാറുണ്ട്. ബിക്കോസ് ഇവിടുത്തെ ക്രൗഡ്സ് ഒക്കെ ട്രെൻഡിയാണത്രേ.
ഈ ടാമരാമ ബീച്ചിൻ്റെ വേവ്സ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്. അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് സർഫേഴ്സിന് ഈ ബീച്ച് പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാ ബീച്ചിലും കാണും ഇതുപോലത്തെ ഒരു വോളിബോൾ കോർട്ട്. കളിക്കാൻ അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ അവിടെ പോയി കളിക്കാമേ. അതുപോലെ തന്നെ മിക്ക ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനത്തെ ഒരു ചെറിയ പാർക്കും കാണുമേ. ഈ മരം കണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇത് ഏത് മരമാണെന്ന്? നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നേ, യെല്ലോ ഫ്ലവർ. അത് കണ്ടോ ഒരു ബോട്ട്? ഓസ്ട്രേലിയ ഈസ് നോൺ ഫോർ ഇറ്റ്സ് ലവ് ഓഫ് ദി വാട്ടർ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക ലോക്കൽസിൻ്റെ കയ്യിലും അവരുടേതായിട്ടുള്ളൊരു ബോട്ട് ഉണ്ടാവുകയെ. ഫിഷിങ്ങിന് വേണ്ടിയിട്ടായാലും ഒരു വീക്കെൻഡ് ഗെറ്റ് ടുഗെദറിന് വേണ്ടിയിട്ടായാലും ഇവർ ഈ ബോട്ടൊക്കെ എടുക്കാറുണ്ട്. ഹായ്, ദേ രണ്ടുപേര് ഫിഷിങ് ചെയ്യുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ മൂന്നാമത്തെ ബീച്ചായ ബ്രോണ്ടി ബീച്ച് എത്തിയേ. ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫേമസ് ഓഷൻ പൂളുണ്ട്. 1887 അത് ഓപ്പൺ ചെയ്തത്. പക്ഷേ അന്ന് വിമണിന് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയായിരുന്നു ഈ പൂളിൽ അലൗഡ്. അതും വീക്ക് ഡേയ്സിൽ മാത്രമാണ്. ബാക്കി സമയങ്ങളും വീക്കെൻഡ്സും പബ്ലിക് ഹോളിഡേയ്സൊക്കെ മെനിനായിരുന്നു അലൗഡ്. ഓൾസോ പണ്ട് ഈ ബ്രോണ്ടി ബീച്ചിലോട്ട് ഒരു ട്രാം ഉണ്ടായിരുന്നു അത്രേ. പക്ഷേ ഇന്നതില്ല. എന്താണാവോ അതെടുത്ത് മാറ്റിയത്? ഈ ബ്രോണ്ടി ബീച്ച് ഒരു ഫാമിലി ഫ്രണ്ട്ലി ബീച്ചാണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഫേമസ് ഓഷൻ പൂളും ഉണ്ട്. പിന്നെ ഒരു വലിയ പാർക്കും ഉണ്ട്. പെർഫെക്റ്റ് സ്പോട്ടാണ് പിക്നിക്സിനൊക്കെ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓഷൻ പൂള്. എന്ത് ഭംഗിയാണല്ലേ, ഒരു ഇൻഫിനിറ്റി പൂൾ പോലൊക്കെ തോന്നില്ലേ? ഹായ്, കൊള്ളാലോ. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതിൽ വലിഞ്ഞു കയറിയേനെ കേട്ടോ. ഈ സ്റ്റെപ്സാണ് എന്നെ കൊണ്ട് പറ്റാത്തത്. ബാക്കി എന്തും എനിക്ക് പോകും. ഞാനൊരു പാണ്ടയാണെന്ന് തോന്നുന്നു. ദേ സൂര്യൻ അസ്തമിക്കാറായി. സമയം ഏതാണ്ട് 7-7:30 ഇപ്പോഴാണെന്ന് തോന്നുന്നു പുള്ളിക്ക് അസ്തമിക്കാൻ ടൈമായത്. വിൻ്റർ സീസൺ ആകുമ്പോൾ കളി മാറും. ഒരു 4 മണി ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലൊരു 7 മണി വൈബാണേ. അപ്പോൾ ഈ സ്റ്റെപ്സ് കണ്ടോ, നല്ല ഭംഗിയില്ലേ? തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണേ. ഇടിഞ്ഞു പൊളിഞ്ഞു വീണ നേരെ കടലിലേക്ക്, അതത്രേ ഉള്ളൂ. ഈ മരം നല്ല വെറൈറ്റി ആയിട്ടില്ലേ? പണ്ട് കഥകളിലും കാർട്ടൂണിലും ഒക്കെ പേടിപ്പിക്കുന്ന മരങ്ങളില്ലേ, അതുപോലത്തെ ഒരെണ്ണം പോലുണ്ട് ഇത്. ഈ സെമിത്തേരി ഉണ്ടോ? വേവർലി സെമിത്തേരി എന്നാണ് ഇതിൻ്റെ പേര്. ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു സെമിത്തേരിയാണ് ഈ വേവർലി സെമിത്തേരി. 1877 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള പല ഓസ്ട്രേലിയൻസിനെ അടക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെൻറി ലോസൺ എന്ന് പറയുന്ന ഏതോ ഒരു ഫേമസ് ഓസ്ട്രേലിയൻ പോയറ്റിനെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഒരുപാട് പഴക്കം ചെന്ന കല്ലറുകളുണ്ട് ഇവിടെ. പിന്നെ കുറേ മൂവീസും TV ഷോസും മ്യൂസിക് വീഡിയോസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദിൽ ചാത്ത എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട് അമീർ ഖാൻ്റെ. അതിലെ ഒരു സോങ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് ഈ സെമിത്തേരി കാണുമ്പം ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം സെമിത്തേരി ആണെന്ന് ആരോ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. സത്യമല്ലേ? എത്ര മനുഷ്യരുടെ ഫുൾഫിൽ ചെയ്യപ്പെടാത്ത ഡ്രീംസും ഐഡിയാസും ഗോൾസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ ടാലൻസും ഇൻവെൻഷൻസും ഒന്നും പുറത്ത് കാണിക്കാതെ മരിച്ചുപോയ എത്രയോ ആൾക്കാരുണ്ടാവും ഇവിടെ അല്ലേ? ഈ സ്റ്റെപ്സുകളൊന്നും തീരുന്നില്ലല്ലോ എൻ്റെ ഈശ്വരാ. ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി ഒരാഴ്ചത്തേക്ക് വർക്കൗട്ട് ചെയ്യണ്ട. ചെറിയോൺ ടോപ്പ് പോലെ കാറ്റ് വീശിയപ്പം എന്താ സുഖം. ഇതൊരു ഗോൾഫ് കോഴ്സാണ്. ഓസ്ട്രേലിയയുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ എല്ലാ സ്പേസും സ്പോർട്സിനും റീക്രിയേഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒന്നും അവർ പാഴാക്കാറില്ല. അതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കും കളിക്കാനായിട്ട് ധാരാളം ഗ്രൗണ്ടുകളുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ നടന്ന് 4ാമത്തെ ബീച്ചായ ക്ലോവലി ബീച്ച് എത്തിയേ. ഇതൊരു നാരോ ബീച്ചാണേ. അധികം സ്ട്രോങ് വേവ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സ്നോർക്ലിങ് ചെയ്യാനും സ്വിമ്മിങ് ചെയ്യാനും ഒക്കെയാണ് ആൾക്കാർ കൂടുതലും വരാറ്. സ്വിമ്മിങ് പഠിക്കാനും ഈ ബീച്ച് ബെസ്റ്റാണ്. ഇതൊരു ചെറിയ കാട് പോലെ തോന്നിയില്ലേ? എനിക്കങ്ങനെ തോന്നി കേട്ടോ. ഓസ്ട്രേലിയയിലെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത് ഇൻഫ്രാസ്ട്രക്ചർ പണിഞ്ഞാലും നാച്ചുറൽ വെജിറ്റേഷനെയോ മരങ്ങളെയോ ഡിസ്റ്റർബ് ചെയ്യാതെ ആയിരിക്കും അവർ പണിയുന്നത്. ഈ ബസ് സ്റ്റോപ്പ് കണ്ടിട്ട് എനിക്കൊരു പ്രത്യേകത തോന്നിയോണ്ട് വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്ക് തോന്നിയോ?
എപ്പോൾ ഈ ഐസ്ക്രീം വണ്ടി കണ്ടാലും അവിടെ നിന്നൊരു ഐസ്ക്രീം വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. അവിടെ നിന്ന് വാങ്ങിയേ പറ്റൂ, അത് നിർബന്ധമാണ്. ഈ വ്യൂവും കണ്ട് ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ തന്നെ കുറേ നേരം ഇരുന്നേ. സൂര്യൻ ചേട്ടൻ ഏതാണ്ട് അസ്തമിക്കാറായി. ദേ പിന്നെയും സ്റ്റെപ്സ്. എൻ്റെ ദൈവമേ, ഞാനൊരു പരിവാവും. ഇതെന്തിനാണാവോ ഈ റിബൺസൊക്കെ ഇവിടെ കെട്ടിയിരിക്കുന്നത്? ആ, ഓരോരോ വിശ്വാസങ്ങൾ. എല്ലായിടത്തും കാണുമല്ലോ ഇങ്ങനത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ. കുറച്ച് ദൂരം നടന്നപ്പോഴാണ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന കണ്ടപ്പോഴാണ് ഞങ്ങളും അത് ശ്രദ്ധിച്ചത്. സ്കൈ ദേ ബ്ലൂവിൽ നിന്ന് റെഡിലേക്ക് മാറിയിരിക്കുന്നു. എന്ത് ഭംഗിയായിരുന്നെന്നോ. നേരിട്ട് കാണേണ്ട കാഴ്ച എന്നായിരുന്നേ അത്. അങ്ങനെ ഞങ്ങൾ 5ാമത്തെ സ്ഥലമായ ഗോർഡൻസ് ബേ എത്തി. ഇവിടെ സാൻഡൊന്നുമില്ല, ജസ്റ്റ് റോക്കി പ്ലാറ്റ്ഫോംസ് മാത്രം. പക്ഷേ ഇത് സ്നോർക്ലിങ്ങിനും ഡൈവിങ്ങിനും ഒക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണേ. ഈ ബോട്ടൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാണ് ഗോർഡൻസ് ബേയുടെ ഒരു ടോപ്പ് വ്യൂ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷനായ കൂജി എത്തിയിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ വാച്ച് ആ സന്തോഷം കാണിച്ചത്. 10,000 സ്റ്റെപ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും നടന്നിട്ടും 10,000 സ്റ്റെപ്സേ ആയിട്ടുള്ളൂ. കണ്ടില്ലേ, 8:21 എന്നിട്ടും ഇവിടുത്തെ വെളിച്ചം കണ്ടോ? കൂജി ബീച്ച് അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ബീച്ചാണേ. ഇവിടെ ജെൻറ്റിലായിട്ടുള്ള വേവ്സാണ്, ഓഷ്യൻ പൂൾസും ഉണ്ട്. ആൻഡ് അത്യാവശ്യം പാർട്ടീസൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. ബ്രൈഡ് ടു ബി പാർട്ടീസ്, ബർത്ത്ഡേ പാർട്ടീസ്, അങ്ങനെ. ഞങ്ങൾ പോയപ്പോഴും അന്ന് അവിടെ ആരുടെയൊക്കെയോ പാർട്ടീസ് നടക്കുന്നുണ്ടായിരുന്നേ. ഇവിടുത്തെ നൈറ്റ് ലൈഫ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഏതാണ്ട് 2-3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ സക്സസ്ഫുള്ളി ഈ കോസ്റ്റൽ വാക്ക് കംപ്ലീറ്റ് ചെയ്തു. എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഒന്ന് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.